കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്ത, നമ്മോട് കൂടെ ഇന്നയോളം ഇരുന്ന, മേലിലും നമ്മെ കൈവിടാതെ കൂടെ ഇരുന്ന് നടത്തുന്ന സർവശക്തനായ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് സ്തോത്രവും സ്തുതിയും പുകഴ്ചയും മഹത്വവും ഒക്കെ ഞാൻ അർപ്പിക്കുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ഇതിനുശേഷം ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും അറിയിക്കുന്നു. ഒരുമിച്ച് നൽകപ്പെടുന്ന ഈ കൂട്ടായ്മ നമുക്ക് സന്തോഷവും അനുഗ്രഹകരവും ആയിത്തീരുന്നു എന്ന് അറിയുന്നതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ഇതുവരെയുള്ള കൂട്ടായ്മകൾക്ക് സമയം കണ്ടെത്തി ദൈവസന്നിധിയിലേക്ക് വരുന്നതിന്, ഉത്സാഹത്തോടെ സംബന്ധിക്കുന്നതിന് ഞാൻ നിങ്ങളോടും നന്ദി പ്രകാശിപ്പിക്കുന്നു. നമ്മൾ ഒരുമിച്ച് വിശ്വാസ ജീവിത പടകിൽ യാത്ര ചെയ്യുകയാണല്ലോ. നമ്മുടെ കപ്പിത്താനായി, നമ്മുടെ തോണിക്കാരനായി നമ്മുടെ കർത്താവ് കൂടെ ഉള്ളതിനായി സ്തോത്രം. ഓളങ്ങളും തിരമാലകളും ഒക്കെ ഉണ്ട്. എന്നാൽ അതിലൊന്നിലും തളർന്നു പോകാതെ, മുങ്ങിപ്പോകാതെ നമ്മുടെ വിശ്വാസ നൗകയെ, പടകിനെ ഇതുവരെയും നയിച്ച അവിടുത്തെ മഹൽ കരുതലിനായി ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം, മരണം വരെ നമ്മെ വഴി നടത്തുവാൻ മതിയായവൻ. കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞതും പഠിച്ചതും പോലെ മരണത്തിലും കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്. അതുകൊണ്ട് മരണഭയം കൂടാതെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന നമ്മുടെ ദൈവം സ്തോത്രം. മരണത്തിലും നമ്മോട് കൂടെ ഇരുന്ന് മരണത്തിനപ്പുറത്തേക്ക് നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ, മരണത്തിൻ്റെ മേലും പാതാളത്തിൻ്റെ മേലും ജയം എടുത്ത ആ താക്കോൽ കൂട്ടത്തെ മുഴുവനും കൈവശം വച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് സ്തോത്രം നമ്മെ നിത്യതയിലെത്തുവോളം പിന്നെയും വഴി നടത്തട്ടെ. അതിന് അവിടുന്ന് ശക്തനാകുന്നല്ലോ. സ്തോത്രം. നമ്മൾ പഠിച്ചു വരുന്ന ദൈവവചന ഭാഗത്തേക്ക് ഇന്നേ ദിനവും നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നു. ഒരുപക്ഷെ ഇന്നോടുകൂടെ ഈ എബ്രായർ 2:14-15 വാക്യങ്ങൾ നമുക്ക് തീർത്തിട്ട് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെ മുതൽ 16 വാക്യം മുതൽ ചിന്തിക്കാം എന്ന് കർത്താവിൽ ആശിക്കുന്നു. നമുക്ക് ഒന്നും കൂടെ തിരുവചന പാരായണം എന്ന നിലയിൽ ആ 2 വാക്യങ്ങൾ എബ്രായർ 2:14-15 വായിക്കാമല്ലോ. Since therefore the children share in flesh and blood, he himself likewise partook of the same things, that through death he might destroy the one who has the power of death, that is the devil, and deliver all those who through fear of death were subject to lifelong slavery. സ്തോത്രം. നമുക്ക് മനഃപ്പാഠമായിട്ടുള്ള വേദശകലങ്ങളാണിത്. ഒന്നിലധികം പാട്ടുകൾ ഈ വാക്യങ്ങളെ ആധാരമാക്കി നമ്മൾ പാടാറുണ്ട്. 2 കാര്യം നമ്മൾ ഇന്നലെയും പറഞ്ഞു. നമുക്ക് മനഃപ്പാഠമാണ് ഈ വാക്യങ്ങൾ. കൂടാതെ ഇപ്പോൾ നമ്മൾ ചില ദിവസങ്ങളായിട്ട് അടുപ്പിച്ച്
ഈ വാക്യങ്ങൾ വായിക്കുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് കുറച്ചുകൂടെ നമ്മൾ ഈ വാക്യങ്ങളോട് അടുത്തു ഇടപഴകുന്നു. നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് ജഡം ധരിച്ചു വന്നു. ആത്മരൂപിയായിരുന്നവൻ സ്ഥൂലരൂപിയായി ഭൗതിക ശരീരം ധരിച്ച്, അതാണ് ജഡത്തിൽ വന്നു എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ വന്നു. അത് തിരുവെഴുത്തിൻ്റെ പ്രത്യേകമായ പ്രഖ്യാപനമാണ്. സ്തോത്രം. യേശു ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളത്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം എന്നത് ക്രിസ്തുവാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ അന്തസത്ത മുഴുവനും ഏറ്റവും ചുരുക്കമായി പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമാണ് 1 തിമോത്തിയോസ് 3:16 വാക്യം. 1 Timothy 3:16. The very essence of the gospel message. The gospel is compressed and concised in that verse. നമുക്കൊരു പക്ഷേ അതും മനഃപ്പാഠമായിരിക്കാം. വായിച്ചാട്ടെ. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിനെ പൗലോസ് ലീഹ അവിടെ ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നു. The mystery of godliness. Christ is addressed as the mystery of godliness. ഓർമ്മ കാണുമായിരിക്കും, നമ്മൾ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ കണ്ട ഒരു കാര്യമാണ്, മർമ്മം എന്ന നിലയിൽ 2 വ്യക്തികളെയാണ് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. As mystery, the Bible introduces 2 persons. One is Jesus Christ and the other one is Antichrist. Jesus Christ is called the mystery of godliness, whereas Antichrist, mystery of iniquity, mystery of lawlessness. 2 വ്യക്തികൾക്കാണ് മർമ്മം എന്ന് ബൈബിൾ പറയുന്നത്. മർമ്മം എന്ന് പറയുന്ന വിഷയങ്ങൾ വേറെയുണ്ട്, വ്യക്തികൾ 2 പേര്. അതിലൊന്ന് നമ്മളിപ്പോൾ ഇവിടെ വായിച്ച ദൈവഭക്തിയുടെ മർമ്മം എന്ന് വേദപുസ്തകം വിളിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. മറ്റൊന്ന് 2 തെസലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിലാണ്. അധർമ്മത്തിൻ്റെ മർമ്മം എന്ന് വിളിക്കപ്പെടുന്ന എതിർ ക്രിസ്തു, അധർമ്മത്തിൻ്റെ മർമ്മം, മിസ്റ്ററി ഓഫ് ലോലെസ്നെസ്. നമ്മുടെ വിഷയം അതല്ല. ഈ വാക്യം വായിച്ചപ്പോൾ അതൊന്നും കൂടെ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റവും ചുരുക്കമായി പൗലോസ് സംക്ഷേപിച്ചിരിക്കുന്ന വാക്യമാണ് ഈ 1 തിമോത്തിയോസ് 3:16. അവിടെ നമുക്ക് വേണ്ടത് അതിൻ്റെ ആദ്യത്തെ ഭാഗം മാത്രമാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ഹി വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. നമ്മൾ ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ചോ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ചോ ഉള്ള പഠനമല്ല ഇപ്പോൾ നടത്തുന്നത് എന്നതുകൊണ്ട്
ബാക്കി ഭാഗങ്ങളിലേക്ക് തിരിയുന്നില്ല. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജഡധാരണം, സ്തോത്രം, ഭൗമ ശരീരം ഏറ്റെടുക്കൽ, സ്തോത്രം, എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യമാണോ ഉദ്ദേശിച്ചത്? രണ്ട്, അല്ല പക്ഷെ ആ പദം ഏതാണ് ശരി? ആ പദം അതിലേത് പദമാണ് ഉപയോഗിക്കേണ്ടത്? എതിർ ക്രിസ്തു, അന്തിക്രിസ്തു എന്നുള്ളതിലോ? അതെ, എതിർ ക്രിസ്തു എന്നതാണ് ശരി. പക്ഷെ നമ്മുടെ ബൈബിളിൽ അച്ചടിച്ചിരിക്കുന്നത് അന്തിക്രിസ്തു എന്നാണ്. അത് തെറ്റ്. ആൻറ്റി ക്രൈസ്റ്റ്. ഇംഗ്ലീഷിലും ആൻറ്റി എന്ന് പറഞ്ഞാൽ എതിർ, എതിരാളി എന്ന. ആൻറ്റി ക്രിസ്ത്യൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ എതിരാളി. അപ്പോൾ എതിർ ക്രിസ്തു എന്ന പദമാണ് ശരിയായിട്ടുള്ളത്. പിന്നെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അന്തിക്രിസ്തു മലയാളത്തിൽ. അതുകൊണ്ട് എതിർ ക്രിസ്തു എന്ന് പറയുന്നത് തന്നെയായിരിക്കും കൂടുതൽ ഉചിതമായിട്ടുള്ളത്. അപ്പം അധർമ്മത്തിൻ്റെ മർമ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യം കൂടെ ആർക്കെങ്കിലും കിട്ടാതെ പോയി എങ്കിൽ അവർക്ക് വേണ്ടിയും കൂടെ അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. 2 Thessalonians 2:7. 2 തെസ്സലോനിക്കർ 2:7. For the mystery of iniquity doth already work, only in he who now letteth will let until he be taken out of the way. Yeah, the mystery of iniquity. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. നമുക്ക് ആ പേര് മാത്രം മതി. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠന സമയത്ത് ഈ കാര്യങ്ങളെ വിശദമായിട്ട് പഠിച്ചിരുന്നു. അപ്പോൾ മടങ്ങി വരുന്നു. യേശുക്രിസ്തു ജഡശരീരം സ്വീകരിച്ചു, ജഡത്തിൽ വെളിപ്പെട്ടു. അത് വേദപുസ്തകത്തിൻ്റെ, വിശേഷിച്ച് പുതിയ നിയമത്തിൻ്റെ സുവിശേഷ സംബന്ധമായ വളരെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാന വേദോപദേശങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ഉപദേശമുണ്ട്. അതിൽ ഇതെല്ലാം ഉൾപ്പെടും. കന്യകയിൽ നിന്നും ജനിച്ചതും ജഡം ധരിച്ചതും ഒക്കെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അടിസ്ഥാന വേദോപദേശത്തിൽ പെടുന്ന കാര്യമാണ്. അപ്പോൾ യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു. എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ എബ്രായ ലേഖനം 2-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് പല കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു, ആവർത്തിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ച് നിർത്തിയത് യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്താൽ ക്രിസ്തു ക്രൂശിൽ അക്ഷരീകമായി മരിച്ചു. യേശുവിൻ്റെ മരണം അക്ഷരീകമായിരുന്നു. യേശുവിൻ്റെ ജനനം അക്ഷരീകമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതം, ശുശ്രൂഷ, സ്നാനം, യേശുക്രിസ്തുവിൻ്റെ അറസ്റ്റ്, പിടിക്കപ്പെടുന്നത്, യേശുക്രിസ്തുവിൻ്റെ വിസ്താരങ്ങൾ, ട്രയൽസ്, യേശുക്രിസ്തുവിനെ കൊല്ലുവാൻ വേണ്ടി വിധിക്കുന്നത്, സെന്റൻസ് ടു ഡെത്ത്, ഇതെല്ലാം അക്ഷരീകമായിരുന്നു. അങ്ങനെ അക്ഷരീകമായി യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, യാഥാർത്ഥ്യമായിട്ട് തന്നെ. അതേ പ്രകാരം യേശു കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അക്ഷരീകമായ ചരിത്രപരമായ ജീവിതം, ചരിത്രം കൊണ്ട് തെളിയിപ്പാൻ കഴിയുന്ന യേശുക്രിസ്തുവാണ് നമുക്കുള്ളത്. ഒരു സാങ്കല്പിക പുരുഷനല്ല. സ്തോത്രം. ജീസസ് ഈസ് എ ഹിസ്റ്റോറിക്കൽ പേഴ്സൺ.
ഇറ്റ്സ് എ ഹിസ്റ്ററി. അതുകൊണ്ടാണ് ഹിസ്റ്ററിയെ പോലും നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പിരിച്ചെഴുതുന്നത് ഹിസ് സ്റ്റോറി എന്ന്. ഹിസ് സ്റ്റോറി, അവൻ്റെ ചരിത്രം. ഇപ്പൊ ചരിത്രത്തിൻ്റെ നടുനായകനായി നിൽക്കുന്ന വ്യക്തിയാണ് യേശുക്രിസ്തു. ക്രിസ്തുവിന് മുൻപ്, ക്രിസ്തുവിന് പിൻപ് എന്ന് കാലഘട്ടത്തെ BC എന്നും AD എന്നും, ഇപ്പോൾ അതിന് വേറെ പേരുകളും അബ്രിവേഷൻസും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് പരിചയമുള്ള പഴയ പേര് തന്നെ ഞാനങ്ങ് ഉപയോഗിക്കുന്നു. BC എന്നും AD എന്നും രണ്ടായിട്ട് തിരിച്ചുകൊണ്ട് കാലഘട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ചരിത്ര പുരുഷനാണ് കാലാതീതനായ ക്രിസ്തു. സ്തോത്രം. ജീസസ് ഈസ് ബിയോണ്ട് ദ ഹിസ്റ്ററി, ബട്ട് he was manifested within the history. He limited himself within time and took flesh, died on the cross. ആ ക്രൂശുമരണത്താൽ സാധ്യമായ രണ്ട് കാര്യങ്ങളിൽ ഒരെണ്ണം നമ്മൾ നേരത്തെ മിനിയാന്ന് ചിന്തിച്ചു, രണ്ടാമത്തേതാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. തൻ്റെ മരണത്താൽ മരണാധികാരിയായ പിശാചിനെ നീക്കി. സ്തോത്രം. Because of his crucifixion, because of his death on the cross, he removed Satan, devil, who had authority over death. എങ്ങനെയല്ല എന്ന കാര്യങ്ങളായിരുന്നു ഇന്നലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ച എന്തെങ്കിലും കാര്യങ്ങളിൽ ഇനിയും ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇന്നലെ നമ്മളെ സമയം തീർന്നത് കൊണ്ട് എളുപ്പം അങ്ങ് നിർത്തി പിരിയുകയായിരുന്നല്ലോ. ശരി, ഒന്നുമില്ല എങ്കിൽ ക്രിസ്തു തൻ്റെ മരണത്താൽ പിശാചിനെ നീക്കി. പിശാചിനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് മരണാധികാരി എന്ന നിലയിലാണ്. മരണാധികാരി എന്ന നിലയിൽ. സ്തോത്രം. അപ്പോൾ മരണാധികാരി എന്നതിൻ്റെ അർത്ഥം എന്തല്ല എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. എന്താണെന്നും നമ്മൾ ഒടുവിൽ ഒരു വാചകം പറഞ്ഞ് നിർത്തിയത്. പിശാചിന് മനുഷ്യന്റെ മേൽ ഒരു അധികാരം നൽകപ്പെട്ടു. അവൻ നേടിയെടുത്ത അധികാരമല്ല കേട്ടോ. The authority devil had over the humanity was not earned, but it was a given authority, still a given authority. മനുഷ്യന്റെ മേൽ അല്ലെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ മേൽ, പ്രപഞ്ചത്തിൻ്റെ മേൽ സാത്താനുണ്ടായ അധികാരം അവൻ നേടിയെടുത്ത അധികാരമല്ല. അവൻ്റെ ശക്തി കൊണ്ട് അവൻ പ്രാപിച്ചെടുത്തതല്ല. ഇറ്റ്സ് നോട്ട് ഏൺഡ് ബൈ ഹിസ് മൈറ്റ്, ഹിസ് കേപ്പബിലിറ്റി. നോ, ഇറ്റ് വാസ് എ ഗിവൻ അതോറിറ്റി. അവന് നൽകപ്പെട്ട അധികാരം. നൽകപ്പെട്ട അധികാരം. രണ്ട് രീതിയിൽ അവന് അധികാരം നൽകപ്പെട്ടു. ഒന്ന്, മനുഷ്യൻ പാപം ചെയ്ത് തന്നെ തന്നെ പിശാചിന് വിധേയപ്പെടുത്തി. രണ്ട് രീതിയിൽ പിശാചിന് മനുഷ്യജാതിയിന്മേൽ, പ്രപഞ്ചത്തിൻ്റെ മേൽ
അധികാരം നൽകപ്പെട്ടു. ഒന്ന്, മനുഷ്യൻ സ്വയം പാപം ചെയ്ത് ഈ പിശാചിന് അടിമപ്പെട്ടു, തന്നെ തന്നെ വിധേയപ്പെടുത്തി. It was human error that the first human family yielded themselves to the devil by yielding to his will, wishes, and guidance, by committing sin. Otherwise, by sin or due to the committed sin, man yielded himself to the authority of devil. സാത്താന്റെ കർത്തൃത്വത്തിന് മനുഷ്യൻ തന്നെ തന്നെ വിധേയപ്പെടുത്തി. അതുകൊണ്ടാണ് മനുഷ്യന്റെ പാപത്തിനുള്ള ഉത്തരവാദിത്വം അവന്റെ മേൽ തന്നെ ദൈവം ചുമത്തിയത്. അല്ലായിരുന്നെങ്കിൽ ആദാമിന്റെ പാപത്തിന് ഹവ്വായെയും ഹവ്വായുടെ പാപത്തിന് പാമ്പിനെ അല്ലെങ്കിൽ പിശാചിനെയും പഴിചാരാമായിരുന്നു. കുറഞ്ഞപക്ഷം ഹവ്വായ്ക്കുള്ള ശിക്ഷ കുറഞ്ഞും കിട്ടിയനെ, ആദാമിന് ശിക്ഷ കിട്ടാതെയും ഇരുന്നേനെ. പക്ഷേ ദൈവം അങ്ങനെ ചെയ്തില്ല. ആദാമിനോട് ദൈവം സംസാരിക്കുമ്പോൾ ആദാം പറഞ്ഞത്, എൻ്റെ കൂടെ ഇരിക്കേണ്ടതിന് നീ തന്നിട്ടുള്ള ഈ സ്ത്രീ തന്നു, ഞാൻ തിന്നു. കുറ്റം അവളുടെ മേൽ. ആ ഹവ്വായുടെ മുകളിലൂടെ ആ കുറ്റം ദൈവത്തിങ്കലാണ് ആദാം ആരോപിച്ചത്. നീ തന്ന ഈ സ്ത്രീ. അപ്പം ആദാം അല്ല ആദ്യം പാപം ചെയ്തതെങ്കിൽ കൂടെ ആദാമിനെ ആ പാപത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിച്ചില്ല. ഹവ്വായെ ഉപായത്താൽ പാമ്പ് അല്ലെങ്കിൽ പിശാച് ചതിച്ചതാണെങ്കിലും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഹവ്വയ്ക്ക് ഒഴികഴിവില്ല. പുതിയ നിയമവും ആ കാര്യം പറയുന്നുണ്ട്. ഒന്നിലധികം സ്ഥലത്ത് ആദ്യം പാപം ചെയ്തത് സ്ത്രീയാണെന്നും ഹവ്വായെ ഉപായത്താൽ പിശാച് ചതിച്ചുവെന്നുമൊക്കെ വാസ്തവമാണെങ്കിലും അത് ദൈവത്തിന് അറിയാമെങ്കിലും സാത്താനെ മാത്രം കുറ്റവാളിയാക്കിക്കൊണ്ട് ഹവ്വായെയോ ആദാമിനെയോ അവിടുന്ന് വിട്ടയച്ചില്ല. ആ പാപത്തിൻ്റെ കുറ്റം അവരുടെ മേൽ തന്നെ ദൈവം കണക്കിട്ടു. പറഞ്ഞു വന്നത്, പിശാചിന് മനുഷ്യൻ കീഴ്പ്പെട്ടു പോയ രണ്ട് വിധങ്ങൾ. അതിൽ ഒന്ന്, അവൻ തന്നെ താൻ പിശാചിന് വിധേയപ്പെടുത്തി, പാപം ചെയ്തതിലൂടെ, പിശാചിനെ അനുസരിച്ചതിലൂടെ. സ്തോത്രം. രണ്ടാമത്തെ രീതിയാണ് നമ്മൾ ഇന്നലെയും റോമാലേഖനം 8:19, 20, 21 വാക്യങ്ങളിൽ നിന്നും വായിച്ചത്. മനഃപൂർവമായിട്ടല്ല, അതിനെ കീഴാക്കി കൊടുത്തവന്റെ കൽപ്പന നിമിത്തമത്രേ. That means God gave the humanity as well as the entire universe under the bondage of the devil. പിശാചിന്റെ, ദ്രവത്വത്തിന്റെ, ക്ഷയമയത്വത്തിന്റെ അടിമത്വത്തിലേക്ക് ദൈവം ഇവയെ മുഴുവനും ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. ഇസ്രായേൽ മക്കൾ, പിൽക്കാലത്തെ ഇസ്രായേൽ മക്കള് ദൈവത്തോട് ശമൂവേലിന്റെ അടുക്കൽ വന്ന്
ദൈവത്തോട് പറയുന്നുണ്ട്. ശമൂവേലിലൂടെയാണ് സംസാരിക്കുന്നത് അവര്. ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. നിർബന്ധിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എന്നാ ഇന്ന ഒരു രാജാവിനെ. അവരെ ആ രാജാവിന് കീഴാക്കി കൊടുത്തു. ഇതുപോലെ തന്നെ താൻ പിശാചിന് വിധേയപ്പെടുത്തി കൊടുത്ത മനുഷ്യന് അവൻ നിമിത്തം മുഴുപ്രപഞ്ചത്തെയും കൂടെ ദൈവം പിശാചിനും ദ്രവത്വത്തിനും അടിമകളാക്കി കൊടുത്തു. ഇങ്ങനെ ഈ രണ്ട് രീതിയിലാണ് മനുഷ്യൻ പിശാചിന് കീഴ്പ്പെട്ടത്. ഈ രണ്ടെണ്ണത്തിൻ്റെയും അടിസ്ഥാന കാരണം ഒന്ന് തന്നെ, പാപം. അപ്പോൾ പിശാചിന് മനുഷ്യന്റെ മേൽ എന്തെങ്കിലും അധികാരം കിട്ടിയെങ്കിൽ, മനുഷ്യന്റെ മേൽ അവന് എന്തെങ്കിലും അവകാശം കിട്ടിയെങ്കിൽ, മനുഷ്യന്റെ മേൽ, മാനവജാതിയുടെ മേൽ പിശാചിന് ഏതെങ്കിലും വിധത്തിലെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് പാപം നിമിത്തമാണ്. പാപം നിമിത്തം, മനുഷ്യന്റെ പാപം നിമിത്തം. അങ്ങനെ മനുഷ്യന്റെ പാപം നിമിത്തം മനുഷ്യന്റെ മേൽ അധികാരം ലഭിച്ച പിശാചിനെ നമ്മുടെ കർത്താവ് തൻ്റെ മരണത്താൽ നീക്കി എന്ന് പറഞ്ഞാൽ, വാട്ട് വാസ് ദ പ്രോസസ്? അതെങ്ങനെയായിരുന്നു? നമുക്കറിയാവുന്ന കാര്യം. Very simply removing the sin. Removing the sin. പാപങ്ങളെ നീക്കിക്കൊണ്ട്, പാപങ്ങളെ നീക്കിക്കൊണ്ട്. സ്തോത്രം. മുൻപും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം, എൻ്റെ മകൻ എന്നോട് തെറ്റ് ചെയ്തു. ഞാൻ അവനെ വീടിന് പുറത്തിറക്കി വിട്ടു. ഞാൻ കതക് അടച്ചു. പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന എൻ്റെ മകനെ ശത്രുക്കൾ അവരുടെ കൈവശമാക്കി. അവനെ അവർ ഉപദ്രവിക്കാൻ തുടങ്ങി. അവൻ്റെ മേൽ അവരെ കർത്തൃത്വം നടത്താൻ തുടങ്ങി. ഒക്കെ ഞാൻ കാണുന്നും അറിയുന്നുമുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാതെ നമ്മൾ തമ്മിൽ ബന്ധമില്ല. അപ്പോൾ എനിക്കും മകനും ഇടയിൽ ഞങ്ങളെ അകറ്റിക്കളയുന്ന എന്തോ ഒന്ന് എൻ്റെ മകൻ എന്നോട് ചെയ്തു. അരുതാത്ത എന്തോ ഒന്ന് അവൻ എന്നോട് ചെയ്തു. അതുകൊണ്ട് ഞാനും അവനും തമ്മിൽ അടുക്കാതിരിക്കുന്നു. ഞാനും അവനും തമ്മിലുള്ള അകൽച്ച മുതലാക്കി ഞങ്ങളുടെ ശത്രു അവനെ കീഴ്പ്പെടുത്തുന്നു. ഇപ്പോൾ അവൻ അവിടെ വലിയ കഷ്ടതയാണ്. പക്ഷേ എനിക്ക് എൻ്റെ മകനോട് ദയയുണ്ട്. ഞാനാ ഇറക്കി വിട്ടത്, ഞാനാ കതക് അടച്ചത്, ഞാൻ ആ ഭാര്യയോട് കതക് തുറക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത് ഒക്കെ ശരിയാ. പക്ഷേ എൻ്റെ ഹൃദയം എൻ്റെ മകന് വേണ്ടി തേങ്ങുന്നുണ്ട്. എനിക്ക് അവനോട് സ്നേഹമുണ്ട്. അവനില്ലാതെ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല.
പിന്നെ ഞാനിങ്ങനെ ഒരു പുരുഷൻ എന്ന നിലയിൽ കടിച്ചു പിടിച്ചൊക്കെ നടക്കുന്നേ ഉള്ളൂ. പറഞ്ഞ വാക്ക് പാലിക്കുക കൂടെ വേണം. അതുകൊണ്ട് ഇങ്ങ് വാടാ മോനെ എന്നും പറഞ്ഞ് വിളിക്കാനും എനിക്ക് പറ്റില്ല. അപ്പൊ ഒരു ഭാഗത്ത് എനിക്ക് സ്നേഹവും കരുതലും ഒക്കെയുണ്ട്. അവനെക്കുറിച്ചുള്ള ചിന്താഭാരം എന്നെ അലട്ടുന്നുണ്ട്. എന്നാൽ ഇങ്ങേ ഭാഗത്ത് ഞാൻ പറഞ്ഞ വാക്കെനിക്ക് പാലിക്കണം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പുരുഷത്വം തെളിയിക്കണം. അപ്പോൾ എനിക്കും അവനും ഇടയിൽ അവൻ ചെയ്ത, എൻ്റെ മകൻ ചെയ്ത എന്തോ ഒരു തെറ്റ്, നമ്മളതിനെ വേദപുസ്തക ഭാഷയിൽ പാപമെന്ന് വിളിക്കുന്നു. അങ്ങനെ ആ എനിക്കും അവനും ഇടയിൽ വന്നു കയറിയ തടസ്സം, പാപം, തെറ്റ്, അവനെ എന്നിൽ നിന്നും അകറ്റി, ഞങ്ങൾ തമ്മിലുള്ള അകൽച്ച, ശത്രുവിന് അവൻ്റെ മേൽ ആധിപത്യം നൽകി. എനിക്ക് അവനോടുള്ള സ്നേഹവും വാത്സല്യവും നിമിത്തം അവനില്ലാത്ത ഒരു ജീവിതം എനിക്ക് സഹിച്ചുകൂടാഞ്ഞിട്ട് ഞാൻ തന്നെ എൻ്റെ ഭാര്യയോ മറ്റേ മക്കളിൽ ആരെങ്കിലുമോ ഞാൻ തരപ്പെടുത്തി ഞങ്ങൾക്കിടയിലെ പ്രശ്നപരിഹാരത്തിന് ഞാൻ തന്നെ മുൻകൈയെടുത്തു. ഞാൻ തന്നെ മുൻകൈയെടുത്തെങ്കിലും എൻ്റെ നിയമം, എൻ്റെ വിധി, ഞാൻ പറഞ്ഞത് പാലിക്കപ്പെട്ടേ പറ്റൂ. അതിന് പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെ ചെയ്തു. അങ്ങനെ ഒടുവിൽ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ പ്രശ്നത്തിന് ഞാൻ തന്നെ നിയമിച്ച വ്യക്തി പരിഹാരം കണ്ടു. അപ്പോൾ എൻ്റെ നീതി അവിടെ വെളിപ്പെട്ടു, നിവർത്തിക്കപ്പെട്ടു. ഞങ്ങൾക്കിടയിലുള്ള തടസ്സം മാറിയപ്പോൾ ഞാൻ അവനെ തേടിയും അവൻ എന്നെ തേടിയും വരുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന മുടിയൻ പുത്രൻ എന്ന മകന്റെ അതേ കഥ. മകൻ അപ്പനെ തേടി തിരികെ വരുന്ന മകനെ ആലിംഗനം ചെയ്യാൻ അങ്ങോട്ട് ഓടിച്ചെല്ലുന്ന അപ്പൻ. ഇരുവരും കൂടെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി, കെട്ടിപ്പിടിച്ച് കരഞ്ഞ് മകൻ ക്ഷമ ചോദിക്കുന്നു, അപ്പൻ ക്ഷമിക്കുന്നു. അവനെ കൂട്ടിക്കൊണ്ട് അപ്പൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഇതേ ചിത്രം ദൈവസന്നിധിയിൽ മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയുള്ള വിധി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതനുസരിച്ച് മനുഷ്യൻ തള്ളപ്പെട്ടു ദൈവസന്നിധിയിൽ നിന്ന്. ദൈവസന്നിധിയിൽ നിന്നും തള്ളപ്പെട്ടവൻ ചെന്ന് വീണത് പിശാചിന്റെ കൈകളിലാണ്. അവൻ അവൻ്റെ മേൽ കർത്തൃത്വം നടത്തി. സ്നേഹമുള്ള സ്വർഗസ്ഥ പിതാവിനത് സഹിച്ചുകൂടാഞ്ഞു. എന്നാലും അവൻ്റെ വിധി നിമിത്തം അത് സഹിച്ചേ പറ്റുമായിരുന്നുള്ളൂ. ഒടുവിൽ ദൈവം തന്നെ അതിന് പരിഹാരം കണ്ടു, തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? നമുക്കും ദൈവത്തിനും ഇടയിൽ തടസ്സമായി നിന്നിരുന്ന പാപത്തെ നീക്കി, പാപത്തെ പോക്കി. സ്തോത്രം. പാപത്തെ പോക്കി. ദൈവവും നമ്മളും തമ്മിൽ അകലുവാൻ കാരണമായ പാപത്തെ പോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ദൈവത്തിങ്കിലേക്കും ദൈവത്തിന് നമ്മിലേക്കും അടുത്തു വരാം. അങ്ങനെ നമ്മൾ വീണ്ടും
ദൈവത്തിൻ്റെ അധീനതയിലേക്ക് വരുമ്പോൾ നമ്മുടെ മേൽ അതുവരെയും അന്യായമായി കർത്തൃത്വം നടത്തിക്കൊണ്ടിരുന്ന പിശാചിന് നമ്മുടെ മേലുള്ള സകല അവകാശങ്ങളും കൈവിടപ്പെട്ടു പോവുകയാണ്. സ്തോത്രം. മനസ്സിലാക്കാൻ പ്രയാസമില്ലായിരിക്കുമല്ലോ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. Revelation 1:6. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. സ്തോത്രം. നമ്മെ സ്നേഹിച്ചവനും തൻ്റെ രക്തത്താൽ എന്ത് ചെയ്തു? നമ്മുടെ പാപത്തെ അല്ലെങ്കിൽ പാപങ്ങളെ പോക്കുകയും ചെയ്തു. സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കി. ഈ പാപങ്ങൾ എന്ന് പറയുന്നത് നമുക്കും ദൈവത്തിനും ഇടയിൽ തടസ്സമായി നിന്നതായിരുന്നു. അങ്ങനെ ദൈവവും നമ്മളും തമ്മിൽ ബന്ധമില്ലാതിരുന്നത് കൊണ്ടാണ് നമ്മുടെയും ദൈവത്തിൻ്റെയും ശത്രുവായ പിശാച് നമ്മുടെ മേൽ അഴിഞ്ഞാട്ടം നടത്തിയത്. പക്ഷേ ആ പാപത്തെ പോക്കുന്നതോടുകൂടെ നമുക്കും ദൈവത്തിനും തമ്മിൽ ഇനി റോമർ 5:1 വായിച്ചു. നമുക്കും ദൈവത്തിനും തമ്മിൽ റോമർ 5:1 Romans 5:1. reconciliation or peace. Peace. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. We have peace with him, God. സ്തോത്രം. നേരത്തെ നമുക്ക് ദൈവത്തോട് നിരപ്പില്ലായിരുന്നു. കാരണം നടുക്ക് നിന്ന ഈ പാപം. പാപം മാത്രമോ? പാപത്തിനും മുമ്പേ മറ്റൊരു കാര്യം അവിടെ വന്നിരുന്നു. പാപം ചെയ്തപ്പോൾ അതാണ് നമ്മുടെ ശത്രുവായി മാറിയത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അനുസരണക്കേടാ? അല്ല. Separation. Pardon? Separation. No. Not believing God's word. അനുസരണക്കേട് അല്ല. അനുസരണക്കേടല്ല. Not believing God's word. ദൈവത്തെ സംശയിച്ചു, ദൈവത്തെ അവിശ്വസിച്ചത്. അതെല്ലാം പാപമാണ്. അതെല്ലാം പാപമാണ്. ഈ പാപം അനുസരണക്കേടെന്ന രീതിയിലും അവിശ്വാസം എന്ന രീതിയിലും സംശയം എന്ന രീതിയിലും ഒക്കെ വന്ന് നമ്മളെ തമ്മിൽ വേർതിരിക്കുന്നതിന് മുമ്പ് തന്നെ ആക്ടിവേറ്റ് ആകാതിരുന്ന മറ്റൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. പാപം ചെയ്ത ശേഷമാണ് അത് Choice. the law of God, ദൈവത്തിൻ്റെ ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിധികൾ. നമ്മളത് പഠിച്ചിട്ടുള്ളതാ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പാപമാണ് ദൈവത്തെയും നമ്മെയും തമ്മിൽ അകറ്റിയത്. പാപമാണ് പിശാചിന് നമ്മുടെ മേൽ അധികാരം കൊടുത്തത്. പക്ഷേ പാപം മാത്രമല്ല, മനുഷ്യന്റെ പാപം ചെയ്തപ്പോഴാണ് അത് ആക്ടിവേറ്റ് ആകുന്നത്.
പാപം ചെയ്തപ്പോഴാണ് അത് കർമ്മപഥത്തിലേക്ക് വരുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ, മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാൾ അവിടെ നിപ്പുണ്ടായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ വിധി അഥവാ ചട്ടങ്ങൾ, അതുമല്ലെങ്കിൽ ന്യായപ്രമാണം. നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള ഭാഗം തന്നെയാണെങ്കിലും ഈ സന്ദർഭത്തിൽ ഒന്നും കൂടെ വായിക്കുന്നത് അല്പം കൂടെ മനസ്സിലാക്കാൻ ഉചിതമാകുമെന്ന് കരുതുന്നു. കൊലോസ്യർ 2:14, കൊലോഷ്യൻസ് 2:14. അതിക്രമങ്ങൾ ഒക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. സ്തോത്രം. മതി മതി മതി. അകൃത്യങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്, ചട്ടങ്ങളാൽ, ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നിയമങ്ങൾ. ചട്ടങ്ങളാൽ ദൈവത്തിൻ്റെ വിധി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ കൽപ്പനകളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു. നമുക്കത്രയും മതി. ഇപ്പോൾ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ വിധി അവിടെ നിൽപ്പുണ്ട്. ദൈവത്തിൻ്റെ പ്രസ്താവന, ദൈവത്തിൻ്റെ നിയമം എന്തുവാ? ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. കൽപ്പനയുമുണ്ട്. കൽപ്പന ലംഘിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പരിണിത ഫലത്തിൻ്റെ പ്രഖ്യാപനവുമുണ്ട്. There is a commandment and also a warning about the consequences of disobedience. അത് രണ്ടും അവിടെ നിൽക്കുക. പക്ഷേ ഇതിന് രണ്ടിനും ജീവൻ വെക്കുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ? മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. പാപം ചെയ്തപ്പോൾ അത് അങ്ങ് ലൈവായി. അപ്പോൾ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റിക്കളയുന്ന രണ്ട് കാര്യങ്ങൾ: മനുഷ്യന്റെ പാപവും ദൈവത്തിൻ്റെ വിധി അഥവാ ന്യായപ്രമാണവും. ഒരു ഭാഗവും കൂടെ നമുക്ക് വായിക്കാം. ആവർത്തിച്ചു വായിക്കുകയാണ്. ഓർമ്മയുള്ളവർ ക്ഷമിക്കുക. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ, എഫേഷ്യൻസ് 2:13 ഫോളോയിങ്. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അടുത്തത്, അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി. കണ്ടോ നിക്കണേ മമ്മേ, കണ്ടോ? ശത്രുത്വം. എന്താണ് ശത്രുത്വം? ചട്ടങ്ങളും കൽപ്പനകളും ആയ ന്യായപ്രമാണമെന്ന ശത്രുത്വം നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത്. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. സ്തോത്രം. ഈ രണ്ട് കാര്യങ്ങളാണ്
പിശാചിന് മനുഷ്യന്റെ മേൽ അധികാരം നൽകിയിരുന്നത്. മനുഷ്യന്റെ പാപം, ദൈവത്തിൻ്റെ ന്യായപ്രമാണം. ന്യായപ്രമാണം നേരത്തെ ഉണ്ട്. ന്യായപ്രമാണം എന്നിവിടെ പറയുന്നത് മോശയുടെ ന്യായപ്രമാണമാണ്. എന്നാൽ മോശയുടെ ന്യായപ്രമാണമായി എഴുതി കൊടുക്കുന്നതിനു മുമ്പ് തന്നെ ഏദനിൽ മനുഷ്യന്റെ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ പ്രമാണം നിലനിന്നിരുന്നു. എഴുതി കൊടുത്തത് മോശയുടെ കാലത്താണെങ്കിലും ദൈവത്തിൻ്റെ വിധി നേരത്തെ ഉള്ളതാണ്. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ സ്വഭാവം, അതെല്ലാം പണ്ടേ ഉള്ളതാണ്. കാര്യം വ്യക്തമാണോ? നമ്മൾ എബ്രായർ 2:14-15 വാക്യങ്ങളാണ് പഠിക്കുന്നത്. അതിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ മരണാധികാരിയായ പിശാചിനെ നീക്കി എന്ന ഭാഗമാണ് പഠിക്കുന്നത്. മരണാധികാരിയായ പിശാച് അല്ലെങ്കിൽ പിശാചിന് എങ്ങനെ മനുഷ്യന്റെ മേൽ അധികാരം ലഭിച്ചു? നമ്മളത് കണ്ടു. അവൻ തൻ്റെ ശക്തി കൊണ്ട് നേടിയെടുത്തതല്ല, പകരം മനുഷ്യൻ തന്നെ താൻ പിശാചിന് വിധേയപ്പെടുത്തി കൊടുത്തതും ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മളെ പിശാചിനും ദ്രവത്വത്തിനും അടിമകളാക്കി കൊടുത്തതും ആയിരുന്നു. അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ കണ്ടത്. പാപവും ന്യായപ്രമാണവും, ദൈവത്തിൻ്റെ ന്യായപ്രമാണവും മനുഷ്യൻ്റെ പാപവും എങ്ങനെ നമ്മെ അടിമകളാക്കുന്നു എന്ന്. അങ്ങനെ മനുഷ്യൻ പാപം ചെയ്യുകയും പാപിയായ മനുഷ്യനെതിരെ ദൈവത്തിൻ്റെ നിയമം നിലനിൽക്കുകയും ചെയ്തിരുന്നതുകൊണ്ട് നമുക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയാതിരുന്നു. പിശാച് മനുഷ്യന്റെ മേൽ അധികാരം നടത്തിയും പോന്നു. അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വരെയും നിലനിന്നു. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ ഈ 2 കാര്യങ്ങൾക്കും പരിഹാരം കണ്ടു. എന്തിനൊക്കെ? മനുഷ്യന്റെ പാപത്തിനും 2 ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിനും. മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുകയും ദൈവത്തിൻ്റെ വിധികളെ, ദൈവത്തിൻ്റെ നീതിയെ നിവർത്തിക്കുകയും ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ ഇത് 2 സംഭവിച്ചു. എന്തൊക്കെ? നമ്മുടെ പാപങ്ങളെ പോക്കി, നമ്മുടെ പാപങ്ങളെ പോക്കി. ദൈവത്തിനും നമുക്കുമിടയിൽ നിന്നിരുന്ന പാപമെന്ന വലിയ കുന്നിനെ, പർവ്വതത്തെ യേശുക്രിസ്തു ക്രൂശിലെ തൻ്റെ പ്രായശ്ചിത്ത യാഗമരണത്താൽ നടുവിൽ നിന്നും മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. 2, ദൈവത്തിൻ്റെ ന്യായപ്രമാണം പാപിയായ മനുഷ്യനെതിരെ നിന്ന് അവനെ ശത്രുവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ യേശു ക്രൂശിൽ തൻ്റെ മരണത്താൽ ദൈവത്തിൻ്റെ നീതിയുള്ള വിധികളെ നിവർത്തിച്ചു. നമുക്ക് പകരമായി നമുക്ക് കഴിയാതിരുന്നതിനെ യേശു ക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്താൽ സാധിപ്പിച്ചു. ഒന്നും കൂടെ നമുക്ക് വായിക്കാമല്ലോ. റോമർ 8:1 വാക്യം. 8:3 8:3 കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിലും പാപശരീരത്തിലും, അതല്ലേ, ന്യായപ്രമാണത്തിന് ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം
സാധിപ്പാൻ കഴിയാതിരുന്നതിനെ സാധിപ്പിക്കേണ്ടതിനാണ് ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിലും പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചത്. പാപത്തിന് ജഡത്തിൽ അയച്ചിട്ട് എന്ത് ചെയ്തു? തൻ്റെ പാപ- യേശുവിന്റെ ജഡത്തിൽ നമ്മുടെ പാപത്തിന് ശിക്ഷ വിധിച്ചു. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ എങ്ങനെയാണ് പിശാചിന് മനുഷ്യകുലത്തിൻ്റെ മേൽ അധികാരം നൽകപ്പെട്ടത്, എങ്ങനെയാണ് യേശു ക്രിസ്തു ആ അധികാരം അവങ്കിൽ നിന്നും ഉരിഞ്ഞു മാറ്റി അവനെ പരസ്യകാഴ്ചയാക്കിയത്. ഇതാണ് നമ്മളിപ്പോൾ വളരെ ലളിതമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇതിനെ ഉപവാസ പ്രാർത്ഥനയുടെ രീതിയിലൊക്കെ പറഞ്ഞാൽ ആത്മാവിലാകേണ്ട സംഗതികളാണ് ഇതൊക്കെ. സ്തോത്രം. ഈ രണ്ട് കാര്യങ്ങൾ, ഇവ രണ്ടിനാലുമാണ് നമ്മൾ ദൈവത്തിൽ നിന്നകന്നതും പിശാചിന് വിധേയപ്പെട്ടതും. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ഇത് രണ്ടിനും പരിഹാരം കണ്ടു. മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുകയും ദൈവത്തിൻ്റെ നീതിയുള്ള വിധിയെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തു. Because of human sin and God's verdict, man became subjected to or in slavery to the devil. But when Christ died on the cross, he atoned for human sin, and thus sin was removed from between God and man, so they could again come together. And secondly, by the death of Jesus on the cross, he satisfied the righteous demand, otherwise the righteousness of God. And when God's righteousness is met, when God's righteousness, the holy righteousness, was satisfied, that was more than enough to deliver human beings from the bondage to the devil. Now the devil is totally made nothing. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? കൊലോസ്യ ലേഖനത്തിലെ ബോത്ത്, ഇംഗ്ലീഷിൽ എങ്ങനെ ബോത്ത് എന്നൊരു പ്രയോഗം ഉണ്ടോ? He himself is our peace, who has made both one. Okay. That is in Ephesians, not in Colossians. Sorry, Ephesians. Okay. There both can be understood in both way. Okay. രണ്ട് രീതിയിൽ നമുക്കിത് കാണാം. ഇരുപക്ഷത്തെയും ഒന്നാക്കി. അവിടെ പ്രധാനമായും primarily that is about Jews and Gentiles. Reconciling Jews and Gentiles and making both of them one body in Christ. രണ്ടാമത്തെ ബോത്തിൽ വരുന്നതാണ് God and man. God and man. So Jews and Gentiles, then God and man. So Jesus reconciled or made them these both one.
Now in Christ there is no difference whether you are a Jew or a Gentile or even a barbarian. യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ യഹൂദനെയും വിജാതീയനെ യവനനെയും ഒന്നാക്കി. ഇപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ ഒന്ന്. ആ ഒന്ന് ബോത്ത് വൺ എന്നുള്ളതിന് ഇച്ചിരും കൂടെ വേണമെങ്കിൽ നമുക്ക് ഒരു ഡെഫിനിഷൻ 3:6 എഫേഷ്യൻസ് 3:6 3:6 കൂടെ ഒന്ന് നോക്കിക്കോളൂ. This mystery is that the Gentiles are fellow heirs, members of the same body, and partakers of the promise in Christ Jesus through the gospel. There Paul gives the description. Gentiles also become members of Fellow one. heir, members of the same body, and partakers of the promise in Christ Jesus. Three things. We may also become co-heirs with the Jews, then one body with them, then partakers of the promise God gave to them. രണ്ടിന്റെ 12 കൂടെ ഒന്ന് വായിച്ചേക്കാമോ? 2:12. അവിടെയും ഒരു കാര്യം നമ്മൾ എടുക്കുന്നുള്ളൂ. Remember that you were at that time separated from Christ, alienated from the commonwealth of Israel. See, alienated from the commonwealth of Israel. But now what happens in 3:6? In Christ, through the gospel, become partakers of the promise. കണക്ഷൻ കിട്ടിയോ? നമ്മൾ ജാതികളായിരുന്നപ്പോ ഇസ്രായേൽ പൗരതയുമായി ബന്ധമില്ലായിരുന്നു. പക്ഷേ സുവിശേഷത്താൽ യേശുക്രിസ്തുവിൽ നമ്മൾ ഏക ശരീരസ്ഥരായിത്തീരുന്നു. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നമ്മൾ അന്യരായിരുന്നു. We were strangers. Next sentence says we were strangers. 2:12 rest. Alienated from the covenant of Israel and strangers to the covenants of promise. We were strangers to the covenant of promise. But now, in 3:6, through the gospel in Christ, we become members of one body. അപ്പോൾ അതാണ് 2:14 പറയുന്ന ഇരുപക്ഷത്തെയും യഹൂദനെയും യവനനെയും. അപ്പോൾ തന്നെ നമ്മൾ റോമർ 5:1 കണ്ടതുപോലെ യേശുക്രിസ്തു ദൈവത്തെയും മനുഷ്യജാതിയെയും തമ്മിലും നിരപ്പിച്ചു. And therefore Christ is our peace. ക്രിസ്തു നമ്മുടെ സമാധാനം. Is it okay? Okay. അപ്പോൾ പിശാചിന് നമ്മുടെ മേൽ എങ്ങനെ അധികാരം കിട്ടി, എങ്ങനെ അവനെ നീക്കി, അവനിൽ നിന്നും അവൻ്റെ അടിമത്വത്തിൽ നിന്നും നമ്മളെ സ്വതന്ത്രരാക്കി, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഇന്ന് മനസ്സിലാക്കി, ഇന്ന് ചിന്തിച്ചു. വ്യക്തമാണോ? അതോ വിശദീകരണം ഇനിയും ഏതെങ്കിലും വിഷയത്തിൽ വേണമോ? മൗനത്തിൽ നിന്നും ചോദ്യം ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ. അപ്പോൾ
പിശാചിനെ നീക്കി. ഇനിയും ഇന്നുകൊണ്ട് നമ്മുടെ ഈ വിഷയം തീരുന്നില്ല. പിശാചിനെ നീക്കി എന്നൊക്കെയുള്ള ആ കാര്യങ്ങൾ കൂടെ അതിൻ്റെ അർത്ഥം എന്താണ്? നീക്കിയെങ്കിൽ ഇന്നും അവനുണ്ടല്ലോ, എവിടെ അവനെ നീക്കിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണും. അപ്പോൾ അതിൻ്റെയും കൂടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണം. അത് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളെയാകാം എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുകയും ദൈവത്തിൻ്റെ നീതിയുള്ള വിധികളെ നിവർത്തിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പിതാവിങ്കിലേക്ക് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ സൗജന്യമായ പ്രവേശനത്തിനായി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗാഡ്. ആ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വീണ്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നയിപ്പാൻ, പിശാചിൻ്റെ സകല അവകാശങ്ങളിൽ നിന്നും സ്വതന്ത്രരായി ജയത്തോടെ ജീവിപ്പാനും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കുമാറാകട്ടെ.